ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരില്ല. പല പെൺകുട്ടികളും ഒന്ന് വണ്ണം വയ്ക്കുക എന്നുള്ള പേടി കൊണ്ട്, രണ്ടാമത് രാവിലെ സമയം കിട്ടാത്തതുകൊണ്ട്, മൂന്നാമത് ചിലപ്പോൾ അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയായിരിക്കും വരുന്നത്. അതുകൊണ്ടൊക്കെ രാവിലത്തെ ആഹാരം പലപ്പോഴും പെൺകുട്ടികളെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കല്ലേ, കാരണം നിരവധി മണിക്കൂറുകൾ ആഹാരമില്ലാതെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞിരിക്കുന്ന സമയമാണ് രാവിലെ. ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാല് തലച്ചോറിലേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്നത്. അതുകൊണ്ട് ബുദ്ധിയെയും ഓർമ്മശക്തിയെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് രാവിലത്തെ ആഹാരം കഴിക്കാതിരിക്കരുത്. ഇത് ഞങ്ങളുടെ 4 തലമുറകളുള്ള പുരുഷന്മാരെ വളരെ അപൂർവം കുടുംബങ്ങളിലേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുടുംബമാണ് എൻ്റെ. ഇതെൻ്റെ അച്ഛൻ 103 വയസ്സ്, എനിക്ക് 68 വയസ്സ്, മകന് 44 വയസ്സ്, കൊച്ചുമകൻ 12 വയസ്സ്. ഇത് ഞാൻ പഠിച്ച കാനത്തിലെ സ്കൂളാണ്. കാനത്തിലെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അച്ഛന് പഴയ കാലത്തെ അച്ഛാവ്. സമയം ക്ഷമയോട് കൂടി കേട്ടിരുന്നതിന് നന്ദി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുത്തന്നാലും മതി. ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ എഴുത്തന്നാൽ മതി. ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതിയില്ലെങ്കിൽ ചോദിക്കാം. ഇത്ര ചോദ്യങ്ങൾ കൊടുക്കണം. ഒരുപാടുണ്ടെന്ന് തോന്നിയത്. മനസ്സിലായോ? പറഞ്ഞൊക്കെ മനസ്സിലായോ? കേട്ട് കൊടുക്കയോ? ഒന്നും ഇല്ലടാ ആർക്കും. ആദ്യത്തെ ചോദ്യം, വാർത്താ സമയത്ത് വയറുവേദന വരുമ്പോൾ ഗുളികകൾ കഴിച്ചാൽ പിന്നീട് എന്തെങ്കിലും രോഗം വരുമോ? അപ്പൊ നമുക്ക് ലഘുവായ രീതിയിലുള്ള നമ്മൾ സാധാരണ കൊടുക്കുന്ന സൈക്ലോപോം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ലഘുവായ ഗുളികൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ചില പെൺകുട്ടികളുടെ അമ്മമാരും ഈ വയറുവേദന വരുമ്പോൾ വലിയ പേടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പേടിക്കാറുണ്ട്. അപ്പൊ ആർത്തവത്തിന് വേദന വരികയാണെങ്കിൽ വാസ്തവത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വേദനയാകുമ്പോൾ, കൊച്ചിന് പീരിയഡ്സ് വരുമ്പോൾ വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷിക്കും, അമ്മമാർക്ക് വിഷമാണെങ്കിൽ. കാരണം വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി മിക്കവാറും ഒരു 95% ശരിയാണെന്നുള്ളതാണ്. ഇപ്പൊ വേദനയോടുകൂടി ആർത്തവമാണെങ്കിൽ ഓവുലേഷനൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. വേദന ഇല്ലെങ്കിലാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ അമ്മമാർക്ക് കുട്ടികൾക്ക് വേദനയോടുകൂടി ആർത്തവം പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് വേദന ഇല്ലാത്ത ആർത്തവമാണ് പ്രശ്നം. അതുകൊണ്ട് ചെറിയ തോതിൽ ഔഷധം കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആർത്തവം വരാതിരിക്കാൻ ഗുളിക കഴിച്ചാൽ അത് എന്തെങ്കിലും ദോഷം ചെയ്യുമോ? അത് ഇടയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ കല്യാണം വരുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മെൻസസ് നീട്ടി വെക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പൊക്കം വയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പൊക്കം വയ്ക്കാൻ ചെയ്യേണ്ടത്, നമ്മുടെ പൊക്കം പലപ്പോഴും നമ്മുടെ പാരമ്പര്യത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിന് ചില കണക്കുകളുണ്ട്. അച്ഛന്റെ പൊക്കം, അതിന്റെ പ്ലസ് അമ്മയുടെ പൊക്കം, അതിന്റെ കൂടെ 5 കൂട്ടുക, അതിന്റെ പകുതി ആൺകുട്ടികൾക്കും. അച്ഛന്റെ പൊക്കവും അമ്മയുടെ പൊക്കവും കൂട്ടിയിട്ട് അതിൽ 5 കുറച്ച് അതിന്റെ പകുതി എടുത്താൽ പെൺകുട്ടികളുടെ തൂക്കം എന്നൊക്കെ ഇങ്ങനെ ചില കണക്കുകളുണ്ട്. അപ്പൊ കുറെയൊക്കെ പാരമ്പര്യം നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. രണ്ടാമത് നമ്മള് പ്രായോഗിക പലരും കണ്ടിട്ടുള്ളത്, ഇങ്ങനെ പൊക്കം വെക്കണമെന്ന് പറയുന്ന ചില ആളുകള് നമ്മുടെ നാടൻ കശുവണ്ടി കഴിച്ച് ചിലർക്ക് പൊക്കം വെച്ചായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മാർക്കറ്റിൽ കിട്ടുന്ന കപ്പലണ്ടി വാങ്ങിച്ച് കഴിച്ചിട്ട് വലിയ കാര്യമില്ല. കാരണം ഈ കപ്പലണ്ടികൾ പലതും ഇപ്പൊ കപ്പപ്പൊടിയാണ്. ഈ കപ്പപ്പൊടി വടക്കേ ഇന്ത്യയിലേക്ക് കടത്തി അതിന്റെ ഇതുപോലുള്ള മൊഡ്യൂളുകൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ എസൻസും ഒക്കെ ചേർത്ത് അങ്ങനെ വരുന്നതായി മാർക്കറ്റിൽ കിട്ടുന്ന കപ്പലണ്ടികൾ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കപ്പലണ്ടി വാങ്ങിച്ചു കഴിക്കില്ല. നമ്മുടെ പറമ്പിലോ അടുത്ത പറമ്പിലോ ഉള്ളത് ചോദിച്ച് വാങ്ങിച്ചോ അല്ല മോഷ്ടിച്ചോ കപ്പലണ്ടിയൊക്കെ കഴിച്ച് നോക്കുക. ചിലപ്പോൾ പൊക്കം കൂടിയെന്ന് വരാം. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഓരോ ഔഷധവും വാങ്ങിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. ഔഷധ കമ്പനികളുടെ വയറ് വീർത്ത് വരും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ പൊക്കം കൂടി വരത്തില്ല. ആഹാരം കഴിച്ച ഉടനെ വയറുവേദന ഏർപ്പെടുന്ന എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി, പലപ്പോഴും നമ്മൾ ധൃതി വെച്ച് ആഹാരം കഴിക്കുന്നത്. ഇതിപ്പോ എന്റെ കാര്യത്തിലാണേലും അതെ, നമ്മളിപ്പോ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ധൃതി വെച്ച് കഴിക്കും.
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ ചവച്ച് കഴിക്കുക എന്നുള്ളത്. ആ പലപ്പോഴും നമുക്ക് നടക്കത്തില്ല. ഇപ്പൊ നമ്മൾ ആഹാരം വായിൽ വെച്ച് ചവച്ച് നമ്മുടെ സലവയിലുള്ള ടാലിൻ ചേർത്ത് അത് ഡൈജസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് ശീലിച്ച് നോക്കാം. ആദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 4-5 മിനിറ്റ് നേരം പതിയെ സാവധാനം ചവച്ച് കഴിച്ച ആഹാരം കഴിച്ച് നോക്കാം. മിക്കവാറും വയറുവേദനയൊക്കെ അങ്ങ് ഒഴിവാകും. നമ്മൾ വെട്ടി വിഴുങ്ങുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ വേദന വരുന്നത്. ആർത്തവം ഇടയ്ക്കിടയ്ക്ക് വരാതിരുന്നാൽ കുഴപ്പമുണ്ടോ? ഈ ആർത്തവം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചാണ് ഒരുപാട് സംഗതികൾ, ശരീരത്തെ മാത്രമാണ്. ഉദാഹരണത്തിന് നമുക്ക് പരീക്ഷ വരുന്നു, അല്ലെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖ സംഭവങ്ങൾ, മരണങ്ങൾ സംഭവിക്കുന്നു, അല്ലെ യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഒരുപാട് സംഗതി കൊണ്ട് ആർത്തവത്തിന് ക്രമം തെറ്റാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം വന്നാല്, ദുഃഖം വന്നാല്, ബന്ധുക്കൾ മരിച്ചാല്, അല്ലെങ്കിൽ പരീക്ഷ വന്നാല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ വരാം. പിന്നെ നമ്മൾ സ്ഥലം മാറുകയാണെങ്കിലും വരാം. ഇവിടെ നമ്മളിപ്പോ ചെന്നൈയിലേക്ക് പോകുന്നു, അല്ലെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ താമസ സ്ഥലം മാറിയാൽ, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് വേറൊരിടത്തേക്ക് അന്യനാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഗതി കൊണ്ട് ആർത്തവത്തിൽ തകരാറ് വരാം. അതേ നമ്മൾ 1-2 തവണ മാത്രമൊക്കെ ക്രമം തെറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് നോക്കണം. പലപ്പോഴും ഈ പ്രായത്തിൽ വരാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ പോളിസിസ്റ്റിക് ഓവറി അതുപോലുള്ള കാരണങ്ങളാണ്, ശാരീരികമായിട്ടുള്ള തകരാറ്. ആദ്യത്തെ സംഗതി നമ്മൾ ഇതുപോലുള്ള ബാക്കിയുള്ള മാനസിക പ്രശ്നങ്ങൾ, അതുപോലുള്ള പ്രശ്നങ്ങള്. രണ്ടാമത്തെ പോളിസിസ്റ്റിക് ഓവറി. ഇപ്പൊ പല തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഈ പോളിസിസ്റ്റിക് ഓവറി ആണോന്ന് അറിയാം. അതൊരു 450 രൂപ കൊടുത്താല് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറഞ്ഞു ഇവിടെ കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയുടെ കമ്മ്യൂണിവേഴ്സിനൊക്കെ കിട്ടും, പാമ്പാടി. അങ്ങനെയുള്ള സ്കാനിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും ഈ ഇറഗുലർ പോളിസിസ്റ്റിക് ഓവറി കൊണ്ടൊക്കെ വരാം. അങ്ങനെ വല്ലതും ആണോ എന്ന് നോക്കണം. ഈ പ്രായത്തിൽ മറ്റൊരാളുടെ ആകർഷണം തോന്നുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാല് അത് ഈ പ്രായത്തിൽ ഉണ്ടാകും. അത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് തോന്നും, പെൺകുട്ടികൾക്ക്. അത് നമുക്ക് തെറ്റെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മൾ അത് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാല് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വിവേകപൂർവ്വം ചിന്തിക്കണം എന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ ഒരു ഇണയെ നമ്മുടെ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മളൊരു ആൺകുട്ടി അല്ലെ പെൺകുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ ഒന്നുകിൽ അവിടെ ആ എക്സ്റ്റേണൽ അപ്പിയറൻസ്, കാഴ്ചയിലുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ അവളുടെ വർത്തമാനത്തിലുള്ള പ്രത്യേകത, അല്ലെങ്കിൽ അവളുടെ നോട്ടത്തിലുള്ള പ്രത്യേകത, ഇങ്ങനെ ഏതാനും ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഭാവി ജീവിതത്തിന് അത് മാത്രം പോരാ. അവിടെ സ്വഭാവത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്, കുടുംബ പശ്ചാത്തലത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ആൺകുട്ടിയെ കാണുമ്പോൾ, പെൺകുട്ടികളെ കാണുമ്പോൾ അവന്റെ കുടുംബ പശ്ചാത്തലം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ